പ്രസവ സമയത്ത് നഷ്ടപ്പെട്ടു. വീടില്ല, ഭക്ഷണമില്ല, ചെറുമകളുടെ കരച്ചിൽ മാത്രം. പ്രസവത്തോടെ അമ്മ പോയി. പിന്നെ അച്ഛൻ ആ കുഞ്ഞിനെയും കൊണ്ട് ഓൾഡ് ഏജ് ഹോമിലെ അമ്മമാരുടെ അടുത്തേക്ക് വന്നു. സഹായത്തിന് ആരും തന്നെ ഇല്ലായിരുന്നു. 2 കൈയും നീട്ടി അമ്മമാർ ആ കുഞ്ഞിനെ വാരി പുണർന്നു അകത്തേക്ക് കൊണ്ടുപോയി. അച്ഛൻ എങ്ങോട്ടോ പോയി. പിന്നെ എന്നെ വളർത്തിയത് എൻ്റെ അമ്മമാർ, പിന്നെ ഒരു പാവം അവിടുത്തെ അച്ഛനും. കുഞ്ഞുമോളെ പഠിച്ചൊരു ഡോക്ടർ ആകണം കേട്ടോ. ഞാൻ ഇന്ന് എന്റെ അമ്മമാരെ കാണാൻ പോവാണ്. കുറച്ച് ദിവസം അവരോടൊത്ത്. രാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ വന്നിട്ടുണ്ട്. നമ്മൾ ഇനി അടിച്ചു പൊളിക്കാൻ പോവാ. എല്ലാരും റെഡി അല്ലേ? ആരും ബുദ്ധിമുട്ടേണ്ട തേറമേ അടിച്ചിട്ടുണ്ട്. ചില സംഘടന സഹായം കൊണ്ട് അമ്മമാർക്ക് മാസം തോറും മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അന്നും പതിവ് പോലെ. പക്ഷേ കാലാവസ്ഥ തികച്ചും അനുകൂലമല്ലായിരുന്നു. പിന്നീട് സംഭവിച്ചത് എന്നെ വിട്ടിട്ടെല്ലാരും പോയല്ലോ അച്ഛാ. സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ പൊന്നുമോളെ, പറ്റുന്നില്ല അച്ഛ പിടിച്ചു നിൽക്കാൻ. നീ ഓരോ തവണ വരുമ്പോൾ നിന്റെ ദുഃഖം കൂടുകയാണ് കുഞ്ഞ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നു. നമുക്ക് ഇവിടുന്ന് പോകാം അച്ഛാ. നാളെ തന്നെ പോകാം. കുഞ്ഞെ, നീ കരയാതെ. ഞാൻ ഇനി എത്ര നാളെന്നും വെച്ചിട്ടാ ഈ ഭൂമിയിൽ